ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ലൈവ് വരണമെന്ന് വിചാരിച്ചതായിരുന്നു. ഉച്ചയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്കിന് ന്യൂസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞു. ഇതുപോലെ നമ്മുടെ ഹൈദരാബാദിലെ റെയ്ഡ് കേസിൽ 4 പേരെയും പോലീസുകാർ വെടിവെച്ച് കൊന്നെന്ന് വായിച്ചപ്പോൾ ഇത്രയും സന്തോഷം തോന്നിയ ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് റിയലി ഗുഡ്. ഞാനത് ഇന്ന് കണ്ട കുറേ ആൾക്കാരുടെ അടുത്ത് ഞാനിത് ഷെയർ ചെയ്തായിരുന്നു ഈ ന്യൂസ്. എല്ലാവരും നല്ല കാര്യം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇൻ ബിറ്റ്വീൻ BBC റിപ്പോർട്ട് ചെയ്ത അതിൻ്റെ ന്യൂസ് ലിങ്കിൽ ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു. അംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഇന്ത്യയിലെ തലവൻ, ഏതോ ഒരു വൃത്തിയിട്ട പേര്, പുള്ളിക്കാരന് ഇത് കണ്ടം ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഹ്യൂമൻ റൈറ്റ്സിനെതിരെയാണ് അവരെ വെടിവെച്ച് കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവമൊക്കെ കറക്റ്റായിരിക്കാം, അങ്ങനെ ആരെയും വെടിവെച്ച് കൊല്ലുന്നത് ശരിയല്ല. പക്ഷേ ഹ്യൂമൻസിനല്ലേ ഹ്യൂമൻ റൈറ്റ്സ് ഉള്ളത്? ഇങ്ങനെയുള്ള തെണ്ടിത്തരം കാണിക്കുന്ന ഇവന്മാരെ ഹ്യൂമൻസ് എന്ന് പറയാൻ പറ്റും? മൃഗങ്ങൾ പോലും ഇങ്ങനെയുള്ള വൃത്തികേട് കാണിക്കില്ല. സോ അവർക്ക് വേണ്ടി ബാധിക്കാൻ നിൽക്കുന്ന ഇനിയിപ്പോൾ ആരായാലും, എത്ര വിവരമുള്ള ആളായാലും, ദാറ്റ്സ് ജസ്റ്റ് സ്റ്റുപ്പിഡ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു പാവം പെണ്ണിനെ, 26 വയസ്സ് മാത്രമുള്ള പെണ്ണിനെ, ഹോൾ ലൈഫ് മുന്നിൽ കിടന്നതാണ്. അവന്മാർക്ക് കഴപ്പ് മൂത്തിട്ട് ഇങ്ങനെ ചെയ്ത് കത്തിച്ചിട്ട് അവന്മാരെ ഇതിനു മുന്നേ കൊല്ലണമായിരുന്നു. വെടിവെച്ചുമല്ല, ഓരോന്ന് വെട്ടി അനുഭവിച്ച് വേണമായിരുന്നു കൊല്ലിക്കേണ്ടത്. അവിടെ ഇനി ഹ്യൂമൻ റൈറ്റ്സും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് നല്ല കാര്യം ചെയ്ത പാവം പോലീസുകാരെ പ്രശ്നത്തിലാക്കാതെ അവർക്ക് വല്ല ബോണസും പ്രമോഷനും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ടാണെങ്കിലും ഇന്ത്യയിലെ പെണ്ണുങ്ങളെ ആരും നോക്കാനോ എടുക്കാനോ പോകരുത്. അത്രേ ഉള്ളൂ. അത് പറയാൻ വേണ്ടി വന്നതാ, വേറെ ഒന്നുമില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലൊരു ഗുഡ് നൈറ്റ് നേരുന്നു. ഹാവ് എ ഗുഡ് നൈറ്റ്. ഹാവ് എ റിയലി ഗുഡ് സ്ലീപ്പ്. God bless. See you all tomorrow.